ഓക്കെ, നമുക്കിതിലെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോട്ടെ, റെഡിയാണോ എല്ലാവരും? ഉറക്കം വേണ്ടിയ ക്ഷീണമൊക്കെ തീർന്നോ? ഓക്കെ, ശരി. ഹെഡിങ് എല്ലാവരും എഴുതുക. എറർ ഇൻ മെഷർമെന്റ്. Error in measurement. Error in measurement. Error in measurement. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. എത്രയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ? Acceleration due to gravity value 9.8 meter per second square ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾ ഒരാളടുത്ത് ഞാനത് മെഷർ ചെയ്താൻ പറഞ്ഞപ്പോൾ ആള് മെഷർ ചെയ്ത് തന്ന വാല്യൂ എന്ന് പറയുന്നത് 10 meter per second square ആണ്. ഇതില് 9.8 meter per second square എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രൂ വാല്യൂ എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ എക്സ്പെരിമെന്റിലെല്ലാം ഫൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മെഷർ ചെയ്തെടുത്ത വാല്യൂ ആണ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇവിടുത്തെ മെഷേർഡ് വാല്യൂ എന്ന് പറയാം. എങ്കിൽ ചോദ്യം, ഈ കുട്ടി മെഷർ ചെയ്തെടുത്ത വാല്യൂവിൽ അല്ലെങ്കിൽ എത്ര മാത്രം എറർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്? സോ അത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം? നമ്മുടെ ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ. സോ നമുക്ക് ഇതിൽ നിന്ന് എറർ എങ്ങനെ ഉണ്ടായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എറർ ഈസ് ഇക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് എന്ത് ചെയ്താൽ മതി? നമ്മുടെ മെഷേർഡ് വാല്യൂ ചെയ്താൽ മതി. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ചെയ്യുമ്പോൾ ആ കുട്ടി മെഷർ ചെയ്തെടുത്ത വാല്യൂവിനകത്ത് ഒരു 0.2 എറർ ഇൻക്ലൂഡഡ് ആണ്. ഒരു 0.2 എറർ എന്താണ്? ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഏതൊരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്താലും ആ എടുക്കുന്ന എക്സ്പെരിമെന്റിൽ എറർ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ആ എറർ ഡിഫറെന്റ് ടൈപ്പും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ബൈ പേഴ്സൺ, കാരണം എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് +2 ഇപ്പൊ നിങ്ങൾക്ക് ലാബിൽ കയറുമ്പോൾ +2 ലാബിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പെരിമെന്റ് നൽകുമ്പോൾ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ എറർ എങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഇംപെർഫെക്ഷൻ ആവാം, ചെയ്യുന്ന ആൾക്കാരുടെ ഇംപെർഫെക്ഷൻ ആവാം, എക്സ്പെരിമെന്റ് എടുക്കുന്ന അപ്പാരറ്റസിന്റെ എറർ മൂലമാവാം, അതുപോലെ അതിരിക്കുന്ന ഡിവൈസിന്റെ സറൗണ്ടിങ്സിലെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കാര്യങ്ങളാവാം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിന് റീസൺ ആണ്? നമ്മൾ എടുക്കുന്ന മെഷർമെന്റിൽ എറേഴ്സ് ഉണ്ടാവാൻ കാരണക്കാരാണ്. സോ നമുക്ക് എറർ എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ ദ എറർ ഇൻ എ മെഷർമെന്റ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് എറർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് എന്ത് ചെയ്താൽ മതി? നമുക്ക് മെഷേർഡ് വാല്യൂ കണ്ടെത്താൻ കഴിയും. സോ അപ്പൊ ഇതിന്റെ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എറർ അതാണ് നമുക്കറിയേണ്ടത്. എററിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദ എറർ ഇൻ എ മെഷർമെന്റ് ഈസ് ഈക്വൽ ടു the error in a measurement is equal to the errors in a measurement equal to the difference between the difference between the true value and the true value and the measured value of the quantity. The measured value of the quantity. The measured value of the quantity. The error in a measurement is equal to the difference between the true value and the measured value of the quantity. അപ്പൊ അതെങ്ങനെ കണ്ടെത്താം?
Error is equal to true value minus measured value. Note ചെയ്തോ? Yes, sir. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? അപ്പൊ എന്താ എറർ എന്ന് വെച്ചാൽ ഒന്നുകൂടെ നോക്കുക. ഓക്കെ, ഡൺ. ഓക്കെ, ദെൻ നമ്മളൊരു മെഷർമെന്റ് എടുക്കുക. എല്ലാവരും എടുക്കുന്ന മെഷർമെന്റ് ഒരിക്കലും 100% പെർഫെക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല. അതിനകത്ത് ഉറപ്പായിട്ട് ഒരു സ്മാൾ എമൗണ്ട് ഓഫ് എറർ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ എറർ എങ്ങനെ നമുക്ക് കണ്ടെത്താം? നമ്മൾ എടുക്കുന്ന മെഷറിംഗ് ഡിവൈസിൽ നിന്ന് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്തെടുക്കുന്ന ആ മെഷേർഡ് വാല്യൂ, അതേപോലെ ആ ഒരു ട്രൂ വാല്യൂ കാണും. ആ ട്രൂ വാല്യൂവിൽ നിന്ന് ആ മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ആ എടുത്ത ഇൻസ്റ്റന്റിലെ മെഷേർഡ് വാല്യൂവിൽ എത്രമാത്രം എറർ ഉണ്ടെന്ന് നമുക്ക് ഇൻക്ലൂഡ് ആണെന്ന് കണ്ടെത്താൻ കഴിയും. സോ ഇനി നമ്മൾ അടുത്ത് അറിയാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറർ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറർ. Different types of error. First one, heading എഴുതണം, different types of error. Constant error എന്ന് പറയും. Constant error. ഒരു എററിനെ നമ്മൾ കോൺസ്റ്റന്റ് എറർ എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഏതൊരു മെഷർമെന്റ് നടത്തിയാലും ആ മെഷർമെന്റിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിവൈസിന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് മൂലം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആളുടെ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന റീഡിങ്ങിനകത്ത് ആ എറർ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ എററിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് എറർ എന്ന് പറയുന്നത്. ഈ എറർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. എങ്ങനെ മാറ്റാൻ കഴിയുന്ന വെച്ചാല്, ആ നമ്മൾ മെഷർ ചെയ്യുന്ന ആ മെഷർമെന്റ് മറ്റ് ഡിവൈസുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്പർ ഓഫ് ടൈംസോ നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്തെടുക്കുക. നിങ്ങൾ ചെറിയ ചെറിയ എന്തെങ്കിലും എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു റീഡിങ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യമല്ല എടുക്കാറുള്ളത്. ഒരു ഏകദേശം ഒരു 5 ടൈംസോ അല്ലെങ്കിൽ ഒരു 6-7 ടൈംസ് ഒക്കെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുമ്പോൾ ആ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്തത്, മെഷർ ചെയ്തെടുക്കുന്നത്. എന്തൊഴിവാക്കാൻ വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എറർ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഡിഫറെന്റ് അപ്പാരറ്റസിന്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഫറെന്റ് മെത്തേഡ് ഉപയോഗിച്ചോ ഒബ്സർവേഷൻ നടത്തുമ്പോൾ നമുക്ക് ആരെ ഒഴിവാക്കാൻ കഴിയും? നമുക്ക് കോൺസ്റ്റന്റ് എററിനെ ഒഴിവാക്കാൻ കഴിയും. ദ എറർ വിച്ച് അഫക്ട് ഈച്ച് ഒബ്സർവേഷൻ ബൈ ദ സെയിം എമൗണ്ട് ആർ കാൾഡ് കോൺസ്റ്റന്റ് എറർ. നമ്മൾ എടുക്കുന്ന മെഷർമെന്റിൽ ഒരേ രീതിയിൽ തന്നെ എറർ എല്ലാവരും എടുത്താൽ പോലും ആ എറർ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കോൺസ്റ്റന്റ് എറർ എന്ന് പറയാം. നമുക്ക് ഈ കോൺസ്റ്റന്റ് എറർ നമുക്ക് എളുപ്പത്തിൽ നെഗ്ലക്ട് ചെയ്ത് കളയാം. മറ്റേതെങ്കിലും ഡിവൈസ് കൊണ്ട് മെഷർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അപ്പാരറ്റസിന്റെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ കോൺസ്റ്റന്റ് എറർ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ കോൺസ്റ്റന്റ് എറർ എന്ന് വെച്ചാൽ ദ എറർ, നോട്ട് ചെയ്തോളൂ, ദ എറർ വിച്ച് അഫക്ട് each observation by the same amount are called constant error. The error which affect each observation by same amount. ആ സെയിം എമൗണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ, സെയിം എമൗണ്ട്. പിന്നെ രണ്ടാമതായി വരുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. സെക്കൻഡ് എററിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. നമ്മുടെ ബോർഡ് എക്സാമിന് ഈ എററിന്റെ ഈ ഓരോ ഡിഫറെന്റ് ടൈപ്പ് എററിന്റെ ഡെഫിനിഷൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ സെന്റൻസുകൾ നമുക്ക് ആ എറർ നമുക്കൊന്ന് പറഞ്ഞു പോകാം. സിസ്റ്റമാറ്റിക് എറർ. ഈ സിസ്റ്റമാറ്റിക് എറർ പല ടൈപ്പ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ, ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ. നിങ്ങൾക്ക് തന്നെ പറയാം എന്താണ് ആ ഇൻസ്ട്രുമെന്റൽ എറർ. നമ്മൾ എടുക്കുന്ന മെഷറിംഗ് ഡിവൈസിന്റെ ഫാൾട്ട് മൂലം അല്ലെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് അതിനകത്ത് ഒരു എറർ ഇൻക്ലൂഡ് ആയിട്ട് വരും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ മെഷറിംഗ് ഡിവൈസും നല്ല രീതിയിൽ നമുക്ക് ആൻസർ തരുമെന്ന് നമുക്ക് വിശ്വാസമില്ല. ചിലപ്പോൾ അതിനകത്ത് എന്താവാം, കാലപ്പഴക്കം കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് അതിനകത്ത് ഒരു മിസ്റ്റേക്ക് അതിനകത്ത് കയറി വരാം. സോ ഇതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് അറിയപ്പെടുന്നത്. എറർ ഡ്യൂ ടു ദ ഇൻബിൽട്ട് ഡിഫക്റ്റ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത്. എറർ ഒക്കർ ഡ്യൂ ടു അല്ലെങ്കിൽ എറർ ഡ്യൂ ടു the inbuilt defect of the device. അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് വിളിക്കാം. സോ അപ്പൊ ഈ എറർ എങ്ങനെ ഒഴിവാക്കാം, ആർക്കെങ്കിലും പറയാമോ? ഈ ഇൻസ്ട്രുമെന്റൽ എറർ ഒഴിവാക്കാൻ എന്താണ് മെത്തേഡ്? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നീ നല്ല ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ മറ്റൊരു കാര്യം ചെയ്താൽ മതി, അതേപോലെ ആ വാല്യൂ തന്നെ മെഷർ ചെയ്യാൻ മറ്റേതെങ്കിലും അനദർ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. അതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തതാണ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്. Imperfections in experimental technique. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറയാവോ? ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവാറുള്ളതാണിത്. ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്. നമ്മുടെ ക്ലാസ്സിൽ 40 പേരും ഉണ്ട്. അപ്പൊ 40 പേരെ ലാബ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ലാബിലോട്ട് കൊണ്ടുവന്നാൽ ഇതിനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ലാബ് ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിലും മിടുക്കരായിട്ട് ഒരാൾ കാണാം. ആ മിടുക്കരായിട്ടുള്ള ഒരാളായിരിക്കും ആ എക്സ്പെരിമെന്റ് മൊത്തം എന്ത് ചെയ്യുന്നത്. അത് കോപ്പി അടിച്ചാണ് ബാക്കിയുള്ളവർ ഇരിക്കുന്നത്. സോ എന്നിട്ട് ഞാൻ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെ ഇത് ചെയ്യാൻ തരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ജീവിക്കുന്ന മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും എന്തായിരിക്കും, ഒരുപാട് എറർ ഇൻക്ലൂഡ് ആയിട്ട് വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു എററാണ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ആ ലബോറട്ടറി എക്സ്പെരിമെന്റുകൾ എടുത്തിട്ട് അത് അറേഞ്ച്മെന്റ് ചെയ്യാനും എങ്ങനെ കണക്ട് ചെയ്തെടുക്കണമെന്നും എങ്ങനെ കൃത്യമായിട്ട് അതിൽ നിന്ന് വാല്യൂ മെഷർ ചെയ്തെടുക്കാനുള്ള അറിവില്ലായ്മ പറയുമ്പോൾ നമുക്ക് അതിൽ വഴി ഉണ്ടാവുന്ന എററാണ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്. ഈ എറർ നമുക്ക് തിരുത്താൻ പറ്റുമോ? പെട്ടെന്ന് കാണാം. ഈ ഇംപെർഫെക്ഷൻ എക്സ്പെരിമെന്റൽ ടെക്നിക്ക് തിരുത്താൻ പെട്ടെന്ന് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു ഇംപെർഫെക്ഷനിലോ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റിലെ ഇംപെർഫെക്ഷനിലൂടെ നമ്മളൊരു വാല്യൂ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു കൃത്യത ഇല്ലാത്തൊരു റീഡിംഗ് ആയി പോകും. അത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ ഓംസ് ലോ ചെയ്യണമെങ്കിൽ വോൾട്ട്മീറ്ററും അമ്മീറ്ററും എടുക്കണം. അതില് അമ്മീറ്റർ സീരീസ് ആയിട്ട് ഡിവൈസ് കണക്ട് ചെയ്യണം, വോൾട്ട്മീറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് സപ്പോസ് ഒരു കുട്ടി എന്ത് ചെയ്തു, ആ പാരലൽ സീരീസ് കണക്ട് ചെയ്ത ആൾക്കാരെ ആൾട്ടർനേറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്ത് ആ വയർ കണക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റീഡിംഗ് ഇംപെർഫെക്ഷൻ ആണ്. നമ്മൾ റീഡിംഗ് ഫുൾ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റിലെ എല്ലാം ഫോൾട്ട് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അതെന്തായിരിക്കും, തെറ്റായിരിക്കും. അതിനെ നമുക്ക് ഇംപെർഫെക്ഷൻ എക്സ്പെരിമെന്റൽ ടെക്നിക് എന്ന് പറയാം. ഇത് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, മിനിമൈസ് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ എറർ നെഗ്ലക്ട് ചെയ്ത് കളയാൻ നമുക്ക് കഴിയില്ല. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എറർ ഇൻ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് മെഷർമെന്റ് എടുത്താലും അതിനകത്ത് ചെറിയ എമൗണ്ടിൽ ഒരു എറർ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ എറർ എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ എറർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറച്ചാൽ മതി. ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറച്ചാൽ മതി. The error in a measurement is equal to the difference between true value and the measured value of the quantity is called error എന്ന് നമുക്ക് പറയാം. അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എറർ ആണ് കോൺസ്റ്റന്റ് എറർ. നമ്മൾ മെഷർ ചെയ്യുന്ന ഒബ്സർവേഷനിൽ സെയിം എമൗണ്ട് ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ട് ഒരു എറർ കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺസ്റ്റന്റ് എറർ എന്ന് പറയാം.
ഇനി രണ്ടാമതുണ്ടാവുന്ന ഒരു കോമൺ എറർ ആണ് സിസ്റ്റമാറ്റിക് എറർ. ഈ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുമ്പോൾ മേ ബി ഏതർ പോസിറ്റീവ് ആവാം, മേ ബി ഏതർ നെഗറ്റീവ് ആവാം, ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫോം ചെയ്യുന്നതാവാം. സോ അത് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റിൽ ഫോം ചെയ്യുന്ന ഒരു എറർ ആണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലം ഉണ്ടാവുന്ന ഒരു എറർ ആവാം, ആ ഡിവൈസിൽ എടുക്കുന്ന എറർ ഫോം ചെയ്യുക. ഡിഫക്റ്റ് ആ ഡിവൈസിന് എന്തെങ്കിലും പാർട്സിന് ഉണ്ടാവുന്ന ഫോൾട്ട് മൂലം എന്ത് വരാം, നമുക്ക് ഈ എറർ ഫോം ചെയ്യാം. സോ ദാറ്റ് ടൈപ്പ് എറർ ഈസ് കാൾഡ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയാം. ഇത് ഒഴിവാക്കണമെങ്കിൽ ഡിവൈസ് മാറ്റി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിവൈസ് എടുക്കുക. രണ്ടാമത്താണ് ഇൻപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്ക്. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട് പേഴ്സണൽ എറർ. പേഴ്സണൽ എറർ എന്തായിരിക്കാം പേഴ്സണൽ എറർ? കാരണം ഓരോരുത്തരും ചിലപ്പോൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒബ്സർവേഷൻ എടുക്കുന്ന രീതിയും അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയും പേഴ്സൺ ടു പേഴ്സൺ അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഡിഫറെന്റ് രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ എറർ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ബയാസ്, ഓരോരുത്തരെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഫോം ചെയ്തെടുക്കുന്ന എറർ ആണ്. അതുണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒബ്സർവേഷൻ എടുക്കാൻ കഴിവില്ലായ്മ. ഇതെല്ലാം പേഴ്സണൽ ആയിട്ടുണ്ടാവുന്ന എറർ ആണ്. സോ അതിനെ നമുക്ക് വിളിക്കാം പേഴ്സണൽ എറർ എന്ന് വിളിക്കാം. അപ്പൊ ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഒഴിവാക്കി എടുക്കാം. ആൾക്ക് വൃത്തിയായിട്ട് ആ എക്സ്പെരിമെന്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിൽ എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നതെന്ന് ചെയ്തു കൊടുക്കാം, വേണേൽ ഒരു തല്ലും കൊടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെടുക്കാം, പേഴ്സണലിനെ ഉപയോഗിച്ച് നമുക്ക് ഈ പേഴ്സണൽ എറർ ചെറിയ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നാലാമത്തെയാണ് എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ്. എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ്. എന്താണ് ഈ എക്സ്റ്റേണൽ കോസ് എന്ന് വെച്ചാല്, നമ്മൾ ഓംസ് ലോ പഠിച്ചിട്ടില്ലേ? ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്തോ പഠിച്ചിട്ടുള്ളേ? ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്തോ പഠിച്ചിട്ടുള്ളേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അല്ലെ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണ്. അപ്പൊ നമ്മള് ഈ ഒരു ലബോറട്ടറി എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ കോസ് ആയിട്ട് വിൻഡ് വരാം, ടെമ്പറേച്ചർ വരാം, അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റീഡിങ്ങിൽ എന്ത് വരാം, എറർ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു എക്സ്റ്റേണൽ കോസിന്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന എറർ വിളിക്കുന്ന പേരാണ് എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ് എന്ന് വിളിക്കുന്നത്. സോ ഈ എക്സ്റ്റേണൽ കോസിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മാത്രമേ, ഇപ്പൊ സിമ്പിൾ പെനിലും ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ സ്മാൾ ഓസിലേഷൻ എടുത്ത് സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ച ഒരു സ്ഥലത്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറയും. അതാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഡിവൈസിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്. പ്ലസ് ടു നമ്മൾ പറയും നിങ്ങൾക്ക് ലാബ് ജനറേറ്റ് സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ വെച്ചുള്ള അവിടുത്തെ ഒരു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്തിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ പറയും. അതിനെ മേലെ ഒരു ഫാനും വെച്ചുകൊണ്ട് നല്ല സ്പീഡിൽ ഒരു ഫാനും ഇട്ടിട്ട് നിങ്ങൾ ആ ഓസിലേഷനിൽ മെഷർ ചെയ്തെടുത്താൽ നമ്മൾ എടുക്കുന്ന റീഡിങ്ങിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അതിനെ പറയുന്ന പേരാണ് എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ് എന്ന് പറയുന്നത്, എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസ്. അപ്പൊ രണ്ട് ടൈപ്പ് പ്രധാനപ്പെട്ട എറേഴ്സുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് കോൺസ്റ്റന്റ് എറർ, രണ്ട് സിസ്റ്റമാറ്റിക് എറർ. ഇനി പ്രധാനപ്പെട്ട മൂന്നാമത്തെ എറർ ഏതാന്ന് ചോദിച്ചാൽ റാൻഡം എറർ. റാൻഡം എറർ കോൺസ്റ്റന്റ് എറർ പോലെ ഫോം ചെയ്യുന്ന ഒരു എററാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. The error which occur irregularly and at random in magnitude and direction are called random error. നമുക്ക് എററിനെ ഇങ്ങനെ പറയാം: the error which occur irregularly and at റാൻഡം ആയിട്ടും ഒരു ഇറഗുലർ ആയുള്ള രീതിയിലും, അല്ലെങ്കിൽ ഇറഗുലർ ആൻഡ് റാൻഡം ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. In magnitude and direction are called random error. The error which occur irregular ആയിട്ടും റാൻഡം ആയിട്ടും
നമ്മൾ എടുക്കുന്ന മെഷർമെന്റിലെ മാഗ്നിറ്റ്യൂഡിലും അതിന്റെ ഡയറക്ഷൻസിലും ഫോം ചെയ്ത് വരുന്ന എററെ നമുക്ക് വിളിക്കാം റാൻഡം എറർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ റാൻഡം എറേഴ്സ് സാധാരണ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെന്റിൽ സ്ലൈറ്റ് വേരിയേഷൻസിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് 9.8 കിട്ടേണ്ടടുത്ത് ചിലപ്പോൾ 9.7 വരാം, 9.9 വരാം, ഒരു 9.71 എന്ന് വല്ലതും വരാം, 9.81 എന്നൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്ലൈറ്റ് വേരിയേഷൻ ആയിട്ട് റാൻഡം ആയിട്ട് ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന എററാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്ന മറ്റു ചില എറർ നമുക്ക് റെക്ടിഫൈ ചെയ്ത് വരുത്താം. ഈ റാൻഡം ആയിട്ട് വരുന്ന എറർ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റാൻഡം എറർ കണ്ടെത്താൻ കഴിയും. റാൻഡം എറർ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് തന്നിട്ട് ഒരു റീഡിംഗ് അല്ല കണ്ടെത്താൻ പറയുന്നത്, ഒരു 5-6 റീഡിംഗ് എടുക്കണം. 5-6 റീഡിംഗ് എടുത്തിട്ട് അതിന്റെ അരിത്തമാറ്റിക് മീൻ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് വാല്യൂ ഏകദേശം നമുക്ക് ഫോം ചെയ്തെടുക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് റാൻഡം എറർ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് എററെ കുറിച്ച് ഓക്കെ ആണോ? എല്ലാവർക്കും ഓർപ്പാണോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പോകുന്നത് ഈ എറർ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കുറെ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എറർ എന്ത് ചെയ്ത് കളയാം, നമുക്ക് ഒഴിവാക്കാൻ കഴിയാം. നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യുവോ അതോ അല്ല നോർമൽ കാൽക്കുലേഷൻ ആണോ ചെയ്യുന്നേ? കാൽക്കുലേറ്റർ ഉണ്ടല്ലേ പറ്റത്തോളോ? കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്ത് നോക്കാം. നമുക്ക് അത്യാവശ്യം കാൽക്കുലേറ്റർ ഉള്ള സ്ഥലത്ത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. സോ നമുക്ക് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഹെഡിങ് എഴുതുക, എലിമിനേഷൻ ഓഫ് എറർ. അതായത് ആദ്യം മേളിൽ പറഞ്ഞ ആ ഈ എറർ ഒക്കെ നമ്മൾ ഇൻക്ലൂഡഡ് ആയി കുറച്ച് മാത്തമാറ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന എക്സ്പെരിമെന്റൽ വാല്യൂവിലെ എറർ നമുക്ക് ഒഴിവാക്കാം. സോ ആ എറർ എത്രമാത്രം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, ഓരോ ട്രൂ വാല്യൂവിൽ നിന്ന് ഓരോ വാല്യൂവിൽ എത്രമാത്രം എറർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. പോയാലോ? പോട്ടെ, ശരി. ഹെഡിങ് എഴുതാ, എലിമിനേഷൻ ഓഫ് എറർ. ഞാൻ ഇന്ന് ചോദ്യം ചോദിക്കുന്നു പറഞ്ഞിരുന്നു, ക്ലാസിന്റെ അവസാനം ഞാൻ ചോദിക്കാം. എലിമിനേഷൻ ഓഫ് എറർ. എലിമിനേഷൻ ഓഫ് എറർ. ഓക്കെ, ബ്രാക്കറ്റിൽ കോമൺ ആയിട്ട് നമ്മൾ ഏത് എറർ? റാൻഡം എറർ. റാൻഡം എറർ. ഫസ്റ്റ് അതിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് തരിക. ഇപ്പൊ റാൻഡം ആയിട്ടുള്ള രീതിയിൽ അല്ലാത്ത രീതിയിലൊക്കെ അതിനകത്ത് എറർ ഇൻക്ലൂഡ് ആയിട്ട് വരിക എന്ന് നിങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിൽ വെച്ചിരിക്കണം. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ട്രൂ വാല്യൂ കണ്ടെത്തണം. അല്ലെങ്കിൽ റാൻഡം എറർ ഒഴിവാക്കി അതിന്റെ റിയൽ വാല്യൂ നമുക്ക് കണ്ടെത്തണം. സോ ട്രൂ വാല്യൂ കണ്ടെത്താൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ അരിത്തമെറ്റിക് മീൻ എടുക്കണം. അതിന്റെ എന്തെടുക്കണം? അരിത്തമെറ്റിക് മീൻ എടുക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ട്രൂ വാല്യൂ കണ്ടെത്താൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ അരിത്തമെറ്റിക് മീൻ എടുക്കണം. ബ്രാക്കറ്റിൽ അരിത്തമെറ്റിക് മീൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോണേ, ഈ നിങ്ങളോട് ഒരു റീഡിങ് മെഷർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ആണ് A1, A2, A3 എക്സെട്ര. ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈംസ് നിങ്ങൾ ആ ഒബ്സർവേഷൻ നടത്തി. ബി ദ മെഷേർഡ് വാല്യൂ. ശ്രദ്ധിക്കണം എല്ലാവരും, ഈ ഒരു സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ടൈം പീരീഡ് കണ്ടെത്താൻ പറയുകയാണെങ്കിൽ ആ ലെറ്ററിന് അവിടെ TT ഉപയോഗിക്കാം. ലെങ്ത് ആ മെഷർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവിടെ LL ഉപയോഗിക്കാം. വോളിയം ആണ് മെഷർ ചെയ്യുമെങ്കിൽ നമുക്ക് അവിടെ V എന്ന ലെറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ A1, A2, A3 എക്സെട്ര AN ബി ദ മെഷേർഡ് വാല്യൂ. അപ്പൊ ഇവിടുത്തെ
ട്രൂ വാല്യൂ കണ്ടെത്താൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് കണ്ടെത്തണമെന്നാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എന്ത് കണ്ടെത്തണം? എടുത്ത ഹെഡിങ് പറഞ്ഞേ, അരിത്തമെറ്റിക് മീൻ കണ്ടെത്തുക. യെസ്, അരിത്തമെറ്റിക് മീൻ കണ്ടെത്തുക എന്ന് പറയുന്നതിനെ എ ബാർ എന്നോ അല്ലെങ്കിൽ എ മീൻ എന്നോ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. മീൻ വാല്യൂ കണ്ടെത്തുന്നത് എങ്ങനെയാ? സാധാരണ മീൻ വാല്യൂ കുറെ നമ്പർ തന്ന മീൻ വാല്യൂ കണ്ടെത്തുന്നത് എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ഇതിന്റെ എല്ലാം മീൻ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കുറെ നമ്പേഴ്സ് നിങ്ങൾ തരികയാണെങ്കിൽ ആ നമ്പേഴ്സിന്റെ മീൻ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എല്ലാ നമ്പരും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ n. എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൊണ്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തെടുക്കണം. അതായത് ഈ നിങ്ങൾ 5 മെഷർമെന്റ് ഉണ്ടെങ്കിൽ ആ 5 മെഷറും ആഡ് ചെയ്തിട്ട് 5 മെഷറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ട്രൂ വാല്യൂ കണ്ടെത്തുന്നത്. ഏകദേശം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റാൻഡം എറർ നമുക്ക് ഒഴിവായിട്ട് വരും. ക്ലിയർ ആണോ? അപ്പൊ A1 A2 എന്ന് പറയുന്ന കുറെ എക്സെട്ര n മെഷേർഡ് വാല്യൂ എടുക്കുന്നു. നിങ്ങൾ അതിന്റെ ട്രൂ വാല്യൂ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എ ബാർ എന്നിടുക, എ മീൻ കണ്ടെത്തുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് അബ്സല്യൂട്ട് എറർ എന്താന്ന് ചോദിക്കും. അബ്സല്യൂട്ട് എറർ ഈ അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രൂ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആ ട്രൂ വാല്യൂ ഇപ്പൊ ഒരു എക്സാമ്പിളിലൂടെ പറയുന്നതിന് മുന്നേ ഞാൻ അതിന്റെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ട്രൂ വാല്യൂ ഉണ്ട്, അതാണ് എ ബാർ എന്ന് പറയുന്നത്. ആ ട്രൂ വാല്യൂ ഒന്നാമത്തെ റീഡിങ്ങിൽ നിന്ന് ഞാൻ ഒന്ന് കുറച്ച് നോക്കി, എ ബാർ മൈനസ് A1 ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് A1 റീഡിങ് എത്ര മാത്രം എറർ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് കിട്ടും. ഇപ്പൊ എനിക്ക് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. എനിക്ക് ഒന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 9.1 ആയിരുന്നു. ഒന്നാമത്തെ വാല്യൂ എത്ര ആയിരുന്നു? 9.1. അപ്പൊ ഇവിടെ 9.8ൽ നിന്ന് 9.1 കുറയ്ക്കുമ്പോൾ എനിക്ക് അവിടുത്തെ എറർ കിട്ടത്തില്ലയോ? 9.7 എന്ന് എനിക്ക് അവിടുത്തെ എറർ കിട്ടും. ആ ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ എനിക്ക് എത്രമാത്രം എറർ ഇൻക്ലൂഡ് ആയിട്ടെന്ന് കണ്ടെത്താൻ കഴിയും. അതിനെയാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതിനെ ഒന്നാമത്തെ വാല്യൂവിൽ നിന്ന് കണ്ടെത്തുന്നതുകൊണ്ട് അതിന് ഡെൽറ്റ A1 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാല്യൂവിൽ നിന്ന് കണ്ടെത്തുന്ന ഡെൽറ്റ A2 നെ എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത് എന്ന് പറയാമോ? ഡെൽറ്റ A2 എങ്ങനെയായിരിക്കും? ഡെൽറ്റ A2 is equal to A bar minus A2. അതേപോലെ ഡെൽറ്റ A3 കണ്ടെത്താൻ പറയുമ്പോൾ എന്ത് വരും? A bar minus A3. അപ്പൊ എക്സെട്ര ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ് ആൻഡ് ദ ഇൻഡിവിജ്വൽ മെഷേർഡ് വാല്യൂ ഈസ് കാൾഡ്, നമുക്ക് അതിന് എന്ത് പറയാം? അബ്സല്യൂട്ട് എറർ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നത്, the difference between true value and the difference between true value and the individual measured value is called, yes, the individual measured value, the individual measured value is called absolute error. അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് എററിന് കൊണ്ടുള്ള എന്താണ് അബ്സല്യൂട്ട് എറർ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നമ്മൾ എടുക്കുന്ന ഓരോ റീഡിങ്ങും എത്രമാത്രം എറർ ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ക്ലിയർ ആണോ? ശരി. മൂന്നാമതായിട്ടുള്ളൊരു എറർ ആണ് മീൻ ഓർ ഫൈനൽ അബ്സല്യൂട്ട് എറർ. mean or final absolute error.
മീൻ ഓർ ഫൈനൽ അബ്സല്യൂട്ട് എറർ. ഇത്രയും എറർ ഉണ്ടെങ്കിലും സാധാരണ നമ്മൾ നോർമൽ ലബോറട്ടറി എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഈ ഒറ്റൊരെണ്ണം മാത്രമാണ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അരിത്തമാറ്റിക് മീൻ ആണ് ഉപയോഗിക്കുന്നത്. സോ അല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പുകളിലെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തയാണ് മീൻ ഓർ എറർ. ഇപ്പൊ നിങ്ങളോട് നോക്കിക്കേ, ആദ്യത്തെ റീഡിങ്ങിനുള്ള എറർ കിട്ടിയത് ഡെൽറ്റ A1, രണ്ടാമത്തെ എററിലുള്ളതാണ് ഡെൽറ്റ A2, മൂന്നാമത്തെ എററിൽ എനിക്ക് കിട്ടി ഡെൽറ്റ A3 എക്സെട്ര. എത്ര മെഷർമെന്റ് ഉണ്ടോ അത്രയും മെഷറിന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ. നമുക്ക് ഈ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 എന്ന് പറയുന്ന എറർ കിട്ടിയിട്ടുണ്ട്. എന്താ ഈ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 എന്ന് പറയുന്നത്? ഓരോ മെഷർമെന്റിലുള്ള അബ്സല്യൂട്ട് എറർ അല്ലേ? ആണോടോ? അപ്പം ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 എക്സെട്ര ഡെൽറ്റ N be the absolute error in each measurement. Absolute error in each measurement. അതിന്റെ എന്ത് കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? മീൻ ഓർ ഫൈനൽ അബ്സല്യൂട്ട് എറർ കണ്ടെത്താൻ പറയും. സോ ഈ ഇതിന്റെ മീൻ വാല്യൂ കണ്ടെത്തുമ്പോൾ നമ്മൾ ഇവിടെ ഡെൽറ്റ, അവിടെ എ ബാർ എന്ന് എഴുതിയ പോലെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെൽറ്റ എ ബാർ എന്ന് വിളിക്കണം. എന്നിട്ട് മോഡുലസ് ഓഫ്, കാരണം ഇതിനകത്ത് നെഗറ്റീവ് വാല്യൂ വരും, പോസിറ്റീവ് വാല്യൂ വരും. അതുകൊണ്ട് അത് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുക, ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? മോഡുലസ് എടുത്തിട്ട് അവയെ നമ്മൾ അതിന്റെ അരിത്തമാറ്റിക് മീൻ കണ്ടെത്തിയാൽ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A2 എക്സെട്ര പ്ലസ് ഡെൽറ്റ AN ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ മീൻ ഓർ ഫൈനൽ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. മീൻ ഓർ ഫൈനൽ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇത്രയും കണ്ടെത്തി കഴിയുമ്പോൾ താഴെ നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതണം. സപ്പോസ് ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതും? സോ ഫൈനൽ റിസൾട്ട് എഴുതാൻ ചോദിക്കുമ്പോൾ ഇപ്പൊ A എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തെടുത്തിരുന്നു. ആദ്യം നിങ്ങൾ അതിന്റെ ട്രൂ വാല്യൂ കണ്ടെത്തി, എന്നിട്ട് അതിന്റെ എല്ലാത്തിന്റെയും എന്ത് കണ്ടെത്തി? നിങ്ങൾ അബ്സല്യൂട്ട് എറർ കണ്ടെത്തി. അതിന്റെ മീൻ വാല്യൂ കൂടെ നിങ്ങൾ എടുത്തു. അത് ചിലപ്പോൾ അത് കൂടുതലോ പ്ലസ് ഓർ മൈനസ് ഓഫ് എന്ത് എഴുതാൻ നിങ്ങൾ അവിടെ ഡെൽറ്റ എ ബാർ രൂപത്തിൽ എഴുതണം. അപ്പം ഫൈനൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് എറർ എഴുതാൻ ചോദിച്ചാൽ ഈ രൂപത്തിൽ വേണം നിങ്ങൾ എഴുതാൻ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ശരി. ഇനി അടുത്തത്, അടുത്ത രണ്ട് എറർ കൂടെ ഉണ്ട്. അടുത്ത എത്രാമത്തെ? നമ്മളിപ്പം തേർഡ് വൺ എഴുതി. ഫോർത്ത് വൺ ആണ് പറയുന്നത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ കണ്ടെത്താനായിരിക്കും ചോദിക്കുന്നത്. സംഭവം വളരെ എളുപ്പമാണ്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരെ കമ്പാരിസൺ ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ ഡെൽറ്റ എ ബാർ എന്ന് പറയുന്ന അബ്സല്യൂട്ട് അഥവാ മീൻ അബ്സല്യൂട്ട് എററും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അതിന്റെ ട്രൂ വാല്യൂ ഉണ്ട്. സോ ഇതിന്റെ റേഷ്യോ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ അബ്സല്യൂട്ട് എറർ ടു ദ ഈസ് എ റേഷ്യോ. എന്റെ ഡെഫിനിഷൻ ചോദിക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതി കൂടെ? എന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി സമയം കളയുന്നില്ല ഞാൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ mean absolute error to the true value of the measurement is called relative error. ഇനി അഞ്ചാമതായിട്ട് ലാസ്റ്റ് എറർ ആണ് നമ്മുടെ പെർസെന്റേജ് എറർ. എത്രമാത്രം പെർസെന്റേജിൽ എറർ ഇൻക്ലൂഡ് ആയിട്ടൊന്ന് കണ്ടെത്തുന്നു. സോ പെർസെന്റേജ് എറർ. സോ ഈ പെർസെന്റേജ് എറർ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കണ്ടെത്തിയ റിലേറ്റീവ് എററിന്റെ വാല്യൂ ഇൻറ്റു 100 ചെയ്താൽ മതി. Percentage of error is equal to relative error into 100 ചെയ്താൽ മതി.
ഇത്രയും സ്റ്റെപ്പുകൾ ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി ഇത് മനസ്സിലാവണമെങ്കിൽ എക്സാമ്പിളൂടെ ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ അതിനു മുന്നേ ഒരു നോട്ട് കൂടെ എഴുതിക്കോളൂ. നോട്ട് ഫൈനൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് നമ്മളതാണ് ഫൈനൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് എന്ത് എഴുതിയായിരുന്നു? ഇവിടെ അബ്സല്യൂട്ട് എററിൽ ഇവിടെ വേണമെങ്കിൽ അബ്സല്യൂട്ട് എററിന്റെ ടേംസിൽ എന്നുള്ളത് എഴുതിയേക്കണേ. ആദ്യത്തെ നോട്ട് എന്ന് പറയുമ്പോൾ ഫൈനൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് എററിൽ എഴുതുകയാണെങ്കിൽ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എററും, ഫൈനൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫൈനൽ റിസൾട്ട് എ എന്ന് പറയുന്നതിനെ നമ്മുടെ ആവറേജ് വാല്യൂ പ്ലസ് ഓർ മൈനസ് എന്ത് എഴുതും? നിങ്ങൾ അവിടുത്തെ നമ്മൾ എടുക്കുന്ന മെഷർമെന്റിന്റെ പെർസെൻറ്റേജ് എറർ കൊണ്ട് എഴുതും. ആ കിട്ടുന്ന പെർസെൻറ്റേജ് എറർ എടുത്ത് അവിടെ ഇട്ടാൽ മതി. ഇതാണ് ഫൈനൽ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ആകെ SR എന്നൊക്കെ പറയുന്ന ആകെ 2 പേരേ ഉള്ളല്ലോ. ബാക്കിയുള്ളവർ ആരും മിണ്ടുന്നില്ലല്ലോ. ഞാൻ മെസ്സേജ് ഓൺ ചെയ്യാൻ വേണ്ടി മറ്റൊരു അക്കൗണ്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് പോലും റിപ്ലൈ ആരും തരുന്നില്ല. ഇത്രയും ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ 2 പേര് പറഞ്ഞു. ഓക്കെ ആണോ എല്ലാവർക്കും? പെട്ടെന്നാവട്ടെ. കാരണം വെച്ചാൽ മറ്റുള്ള സെന്ററുകളിൽ ഞാൻ എടുക്കുന്ന വ്യത്യസ്തമായിട്ട് കണ്ടൊരു കാര്യം, നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിനകത്തു നിങ്ങൾക്ക് റിപ്ലൈ വളരെ കുറവാണ്. വളരെ കുറവാണ്. കാരണം അത്ര ഞാനത് എല്ലാ ക്ലാസ്സുകളിലും നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ ഇത്രമാത്രം സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയുള്ളൂ. ഓക്കെ, ശരി. ഇനി ഇതിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും നമ്മുടെ ടെക്സ്റ്റിൽ ബേസ് ചെയ്ത് കിടക്കുന്ന കുറെ പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ എറർ കാൽക്കുലേഷൻ വളരെ എളുപ്പമായി. സോ ഞാൻ ക്വസ്റ്റ്യൻസ് നൽകാം, എന്റെ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ആൻസർ പറ്റുന്നവർ വിളിച്ചു പറയുക. നമുക്ക് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരിച്ചിപ്പോ തന്നെ പോവാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The length of the road ക്വസ്റ്റ്യൻ എഴുതിക്കോ. The length of the road ROD റോഡാണ്. ROD റോഡ് as measured in an experiment was found to be 2.48 meter, 2.46 meter, 2.49 meter, 2.49 meter. കഴിഞ്ഞ ദിവസം നമ്മള് സിഗ്നിഫിക്കന്റ് ഫിഗർ ഒക്കെ പഠിപ്പിച്ചപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം അതിന്റെ കൂടെ പറഞ്ഞു. സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ ടേംസ് ഓഫ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ ഫാത്തിമ റന? യെസ്. അതുകൂടെ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയേ. അതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. 2.48, 2.46, 2.49, 2.49, 2.50 and last one 2.48. 1 2 3 4 5. ഓക്കെ. ക്വസ്റ്റ്യൻ ഇത്രയാണ് വാല്യൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓപ്ഷൻ എ, ഫൈൻഡ് ദ ആവറേജ് ലെങ്ത്. Find the average length. Option B, find the absolute error in each observation. Find the absolute error in each observation. Then C, find the relative error.
And option D, find the percentage error. Find the percentage error. Option D, express the result in proper form. Express the result in proper form. Sir, D ആണോ E ആണോ? A B C D. ആ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ എന്തൊരു ആകാംക്ഷ. ആഹാ, ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയോ ഫാത്തിമ? ആ, കുറെ ഫാത്തിമമാരുണ്ടല്ലോ. ഫാത്തിമ റന, ഫാത്തിമ നയന. മെസ്സേജ് അയച്ചവരുടെ പേരാണ് വായിക്കുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയോ? യെസ് സാർ. എങ്കിൽ ആദ്യം ചെയ്തു തുടങ്ങിക്കോളൂ. ഫൈൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? ഫൈൻഡ് ദ ആവറേജ് ലെങ്ത്. അതായത് നിങ്ങൾ ഇവിടെ ലെങ്ത് ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആദ്യം ഗിവൺ വാല്യൂ എടുത്ത് എഴുതണം. L1 is equal to, ആ വാല്യൂ ഒന്ന് പറയുവോ? 2.48 മീറ്റർ. L2 എത്ര ആയിരുന്നു? 2.46. L3 എത്ര? 2.49 മീറ്റർ. അടുത്ത L4 എത്ര? 2.50 മീറ്റർ. L5 എത്ര? 2.48. അപ്പൊ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എന്ത് കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ആവറേജ് ലെങ്ത്. ആവറേജ് ലെങ്തിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? ആവറേജ് ലെങ്ത് എങ്ങനെ കണ്ടെത്തും? എൽ ബാർ അല്ലെങ്കിൽ എൽ ആവറേജ് എന്ന് എഴുതും അല്ലെ? എങ്ങനെ ഇത് കണ്ടെത്തുന്നേ? 2.48 പ്ലസ് 2.46 പ്ലസ് 2.49 പ്ലസ് 2.50 പ്ലസ് 2.48 ചെയ്യുക, ഡിവൈഡഡ് ബൈ 5. സോൾവ് ചെയ്യുമ്പോ എത്ര കിട്ടി? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 2, 4, 6, 8, 2.48 പ്ലസ് 2.46 2, 3, 4, 5. എത്ര കിട്ടും ആൻസർ? 12.41. Yes, 12.41 ഡിവൈഡഡ് ബൈ എത്ര വരും? 5. എത്ര കിട്ടും ആൻസർ? 2.482. യെസ്, 2.482 മീറ്റർ. ഇതാണോ യഥാർത്ഥത്തിൽ ആൻസർ? സിഗ്നിഫിക്കന്റ് ഫിഗർ പഠിച്ചതിന്റെ ടേമിൽ പറയുമ്പോൾ ലീസ്റ്റ് ഡെസിമൽ പ്ലേസിൽ ആൻസർ പറഞ്ഞാൽ എല്ലാത്തിലും നോക്കുകയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഈക്വൽ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ റൗണ്ട് ഓഫ് 2 ഡെസിമൽ പ്ലേസ് പറയുകയാണെങ്കിൽ ഫൈനൽ വാല്യൂ എത്ര ആയിരിക്കും? 2.48 മീറ്റർ. ഇതാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് കിട്ടി എൽ ബാർ എന്ന് പറയുന്നവനെ കിട്ടി. അതാരാ അത്? 2.48 മീറ്റർ ആണോ? ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും? അപ്പൊ അടുത്തൊരു കാര്യം ശ്രദ്ധിച്ചോണ്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസ് തരുമ്പോ ചറപ്പറ നിങ്ങൾ സ്പീഡിന് ചെയ്യണം. ഓപ്ഷൻ ബി, ഫൈൻഡ് ദ അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെന്റ്. അപ്പൊ അബ്സല്യൂട്ട് എറർ കണ്ടെത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഡെൽറ്റ L1 കണ്ടെത്തണം. എങ്ങനെയാ ഡെൽറ്റ L1 കണ്ടെത്താനുള്ള ഇക്വേഷൻ? ആയിട്ട് തന്നെ മാത്രം ഇക്വേഷൻ എഴുതാം. ദ ട്രൂ വാല്യൂ ആയ എൽ ബാറിൽ നിന്ന് L1 കുറയ്ക്കുക. അതേപോലെ ഡെൽറ്റ L2 കണ്ടെത്താൻ പറഞ്ഞാൽ എൽ ബാർ മൈനസ് L2 കുറയ്ക്കുക. ഡെൽറ്റ L3 കണ്ടെത്താൻ പറയുകയാണെങ്കിൽ എൽ ബാർ മൈനസ് L3 ചെയ്യുക. ഡെൽറ്റ L4 കണ്ടെത്താൻ പറയുകയാണെങ്കിൽ എൽ ബാറിൽ നിന്ന് L4 കുറയ്ക്കുക. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ, ഡെൽറ്റ L5 കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എൽ ബാർ മൈനസ് L5 ചെയ്യുക. വോയിസ് കട്ടാവുന്നുണ്ട്. എന്റെ വോയിസ് കട്ടാവാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ നിങ്ങൾ നിൽക്കുന്നത്, എനിക്ക് വോയിസ് കട്ടാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ല സാർ, ക്ലിയർ ആണ്. കാരണം ഒരിക്കലും ഞാൻ
എന്റെ വോയിസ് കട്ടാവാൻ ചാൻസ് കുറവാണ് കുട്ടികളെ. വൈഫൈ ഫുള്ള് സിഗ്നൽ കാണിക്കും, ചിലപ്പോൾ റേഞ്ച് കുറവുണ്ടാവും. ഞാൻ നോക്കിക്കോട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ. വൈഫൈ സ്ട്രെങ്ത് ഏകദേശം 10 MB ഒക്കെ കിട്ടുന്നുണ്ട്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. 10 MB ഒക്കെ റണ്ണിങ്ങിനുള്ള സ്പീഡ് ഉണ്ട്. സാധാരണ നമ്മൾ സ്മൂത്ത് റണ്ണിങ്ങിന് 10 MB മതി. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ നിൽക്കുന്നിടത്ത് റേഞ്ച് ഉണ്ടോ എന്ന് പരമാവധി നോക്കണേ. മാളവിക ഇപ്പൊ ഓക്കെ ആണോ മാളവിക? ശരി. അപ്പൊ ഇവിടെ നമ്മള് ഡെൽറ്റ L1 കണ്ടെത്തണം, ഡെൽറ്റ L2. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ട പരിപാടി? ഡെൽറ്റ L1 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2.48 നിന്ന് എന്ത് കുറയ്ക്കണം? ഫസ്റ്റ് റീഡിങ് കുറയ്ക്കുക. എന്താ ഫസ്റ്റ് റീഡിങ്? ഈ കിടക്കുന്ന വാല്യൂസ് ആണ് നമ്മുടെ റീഡിങ്ങുകൾ. അതെനിക്ക് താഴെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊന്ന് കോപ്പി ചെയ്യട്ടെ അവരെ. അത് കോപ്പി ആയില്ല, പോട്ട്. ആദ്യത്തെ നിങ്ങൾ വാല്യൂ 2.48 മൈനസ് എത്ര വരും ഇവിടെ? 2.48 അല്ലേ ഫസ്റ്റ് റീഡിങ് കിടക്കുന്നേ. അപ്പൊ 2.48 മൈനസ് 2.48 ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 0.00 മീറ്റർ. രണ്ടാമതും അതേപോലെ നിങ്ങൾ 2.48 നിന്ന് ഇതിനകത്ത് ഞാനെങ്കിൽ എല്ലാത്തിനും ഒരു മോഡുലസ് കൂടി ഇപ്പോഴേ ഇടുക. കാരണം മോഡുലസ് ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്തേണ്ട ആവശ്യം വന്നപ്പോൾ അതിനും നമ്മൾ എന്തിട്ടാ ചെയ്തേക്കുന്നത്? പ്ലസും മൈനസും വന്നാലും നമുക്ക് മൈനസ് വന്നാലും പ്ലസ് ആയിട്ട് എഴുതാൻ വേണ്ടി മോഡുലസ് ഇട്ട് തന്നെയാണ് ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്തെല്ലാം എന്തിട്ടൂടെ ചെയ്യുക? മോഡുലസ് ഇപ്പോഴേ അങ്ങ് ഇടുക. അങ്ങനെ ഇട്ട് ചെയ്യാം. അടുത്ത സെക്കൻഡ് റീഡിങ് 2.48 മൈനസ് 2.46 ആ. എത്ര കിട്ടും? 0.0. 0 പോയിന്റ് എന്ന് പറയില്ലേ? 0 പോയിന്റ് എന്ന് പറയില്ലേ? 0.02 മീറ്റർ. സോ അടുത്ത എത്ര? 2.48 മൈനസ് എത്ര വാല്യൂ ഉണ്ട്? 2.49 ആണ് തോന്നുന്നു, ആണോ? തേർഡ് റീഡിങ് 2.49 അല്ലേ? യെസ്, 2.49. അപ്പോൾ അവിടെ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.48 നിന്ന് 2.49 കുറയ്ക്കുമ്പോൾ -0.01 അല്ലേ വരുന്നേ, ആണോ? പക്ഷെ ഇവിടെ മോഡുലസ് ഇട്ടേക്കുന്നോണ്ട് നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? 0.01 എന്ന് ഇട്ടൂടെ? അടുത്തത് ഡെൽറ്റ L4 എത്ര കിട്ടും? മോഡുലസ് ഓഫ് 2.48 മൈനസ് 2.50 എത്ര കിട്ടും ആൻസർ? മൈനസ് 0.02 മോഡുലസ് കിടക്കുന്നോണ്ട് നമുക്ക് 0.02 എടുത്താ പോരെ? യെസ്. അപ്പൊ ഡെൽറ്റ L5 എത്ര കിട്ടും? 2.48 മൈനസ് 2.48 ഈക്വൽ 0.00 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെന്റ് കിട്ടി. ഓരോ മെഷർമെന്റ് എടുത്തിട്ട് ആ ട്രൂ വാല്യൂവിൽ നിന്ന് നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ശരി. ഇനി നിങ്ങള് പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയേ. ഓപ്ഷൻ ബി എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് ഒബ്സർവേഷൻ എന്നാണ്. അടുത്ത ഫൈൻഡ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ദ പെർസെന്റേജ് എറർ എന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇതിനകത്ത് ചെയ്യണം. അടുത്ത നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്തിയേ പറ്റൂ, എന്നാലേ ഫൈനൽ റിസൾട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. സോ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്തണം. എങ്ങനെയാ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്തുന്നേ? ഡെൽറ്റ എ ബാർ കണ്ടെത്താനാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ എൽ അല്ലേ? സോറി ഡെൽറ്റ എൽ ബാർ ഇസ് ഇക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 പ്ലസ്. എന്തിനാ ഇവിടെ ഡെൽറ്റ ഇട്ടേക്കുന്നേ? ഈ ഡിഫറൻസ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്ത് ഡിഫറൻസ് എടുത്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡെൽറ്റ ഉപയോഗിക്കുന്നത്. കേട്ടോ? ഡെൽറ്റ L3 പ്ലസ്
ഡെൽറ്റ L4 പ്ലസ് ഡെൽറ്റ L5. ഞാൻ ഇവിടെ ഇപ്പോഴും ഒരു കാര്യം പറയുക, ഏതെങ്കിലും ടേംസിന്റെ മലയാളം അറിയാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്താണ് ഒന്നുകൂടെ ചോദിക്കുന്നതിന് ഒരു നാണക്കേടും തോന്നരുത്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചു തന്നെ പോകണം. നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ ഡൗട്ടിന് ഉത്തരം പറഞ്ഞു നൽകാൻ കഴിയുകയുള്ളൂ. സോ ഇനി നമുക്ക് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം. ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യുവോ? ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ ഓരോ അബ്സല്യൂട്ട് എറർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 0.00, 0.02, 0.01, 0.02 plus 0.00 divided by 5. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഡൗട്ട് ചെയ്യിക്കും, 0 ഇല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ലെങ്കിൽ പറഞ്ഞോണ്ട് അവിടെ ഇടരുത്. അതവിടെ നിങ്ങൾ നോക്കരുത്, കാരണം നമുക്കത് വേണം. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ 5 കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്ന് പറയാവോ? 0.05 ആണല്ലേ? 0.05 അല്ലേ? ഓക്കെ പറ. 0.05 ഡിവൈഡഡ് ബൈ 5 കിട്ടും. 0.05 ഡിവൈഡ് ബൈ 5 കിട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടും? 0.01. ലീസ്റ്റ് ഡെസിമൽ പ്ലേസിൽ എഴുതാൻ നിൽക്കണോ? അങ്ങനെ ലീസ്റ്റ് ഡെസിമൽ പ്ലേസിലല്ലല്ലോ, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുമ്പോൾ എഴുതാൻ നിൽക്കണ്ടല്ലോ, എല്ലായിടത്തും ഒരുപോലെ അല്ലേ? അപ്പൊ അവിടെ 0.01 മീറ്റർ എന്ന ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് അവിടെ ഡെൽറ്റ L ബാറും കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് പെർസെന്റേജ് എറർ കണ്ടെത്തണം. എങ്ങനെയാ പെർസെന്റേജ് എറർ കണ്ടെത്തുന്നേ? അല്ല സോറി, റിലേറ്റീവ് എറർ കണ്ടെത്തണം. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്താൻ പറഞ്ഞു. പിന്നെ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ പെർസെന്റേജ് റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. അപ്പൊ സി റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടെത്തുന്നത്? സിയുടെ ആൻസർ പറ. റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു, റിലേറ്റീവ് എറർ കണ്ടെത്താൻ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയത് ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് എഴുതും? ഡെൽറ്റ L ബാർ ഡിവൈഡഡ് ബൈ L ബാർ എന്ന് എഴുതും, ആണോ? അപ്പൊ വാല്യൂ ഡെൽറ്റ L ബാറിന്റെ വാല്യൂ എത്ര കിട്ടിയ? 0.01. സോ 0.01 ഡിവൈഡഡ് ബൈ എത്ര വരുന്നേ? നമ്മുടെ ആദ്യത്തെ വാല്യൂ മീൻ വാല്യൂ എത്ര? 2.48. 2.48 എന്ന് ഇടുക. സോൾവ് ചെയ്ത് എഴുതാം. കാരണം ഞാനിത് സോൾവ് ചെയ്യാതെ എഴുതാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി പെർസെന്റേജ് എറർ കണ്ടെത്താൻ എളുപ്പമാണ്. പെർസെന്റേജ് എറർ എന്ന് പറയുമ്പോൾ 0.01 ഡിവൈഡഡ് ബൈ 2.48 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. എത്ര കിട്ടും ആൻസർ? ഈ വാല്യൂ എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തിന്റെ ഇത് 0.40% അല്ലേ? കിട്ടിയല്ലോ. ഇവിടെ 0.01 ഡിവൈഡഡ് ബൈ 2.48 ചെയ്തപ്പോ എത്ര വന്നായിരുന്നു? ഐ തിങ്ക് 4.03 ഇൻറ്റു 10⁻³ എന്നല്ലേ വന്നേ? യെസ്. അപ്പൊ ഇവിടെ പെർസെന്റേജ് എറർ കിട്ടുന്ന ആൻസർ 0.40% എറർ എന്ന് കിട്ടും. ഇനി ഓപ്ഷൻ ഡി നോക്കിക്ക്, റിസൾട്ട് ആണ് എഴുതാൻ പോകുന്നത്. രണ്ട് രീതിയിൽ റിസൾട്ട് എഴുതാം. ചിലപ്പോൾ ക്വസ്റ്റിനെ ഡയറക്റ്റ് ചോദിക്കും, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും എഴുതിയിരിക്കണം. ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് എറർ. അതവിടെ കൊണ്ടുവെക്ക്, എടുക്കരുത്. മറ്റേ ഒന്നേ ഉള്ളോ? 4 കുഞ്ഞുങ്ങളുണ്ടോ? അവിടെ കൊണ്ടുവെക്ക്, അവിടെ കൊണ്ടുവെക്ക്. ഒന്ന് ഒഴുകി നടന്നിരുന്നു, കഷ്ടപ്പെട്ട് കിട്ടിയതാ. ഇവിടെ വീട്ടിലേ ഈ നിങ്ങൾ ഫാൻസി കോഴിയെ കണ്ടിട്ടുണ്ടോ? ഫാൻസി കോഴി. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവും, ഒരിക്കലും ട്രാവലിംഗ് ചെയ്ത് വന്നപ്പോൾ റോഡ് സൈഡിൽ ഒരു കടയില് കുറെ ആ ഫാൻസി കോഴി കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അപ്പൊ ഞാനൊരു 6 എണ്ണം മേടിച്ചുകൊണ്ട് വന്നത്. ഞാൻ 6 എണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടപ്പോ എന്നറിയാവും, അപ്പുറത്ത് കീരിയും പൂച്ചയും എല്ലാം പിടിച്ചോണ്ട് പോയിട്ട് 2 ആക്കി മാറ്റി. ആ 2 പേരെ ഞാൻ ഭയങ്കരമായിട്ട് പെറ്റായിട്ട് വളർത്തി. അപ്പൊ അത് ഞാൻ ഓടി വരുമ്പോൾ തോളത്ത് കയറിയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ ഒരെണ്ണം പനി വന്നങ്ങ് ചത്തുപോയി.
എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ 6-8 അങ്ങോട്ട് മേടിച്ചോണ്ട് വന്നിട്ട് ആകെ കിട്ടിയത് 2 പേരാ. അപ്പൊ അങ്ങനെ ആ 2 പേര് നിർത്തിയപ്പോ അതിൽ ആ പെങ്കൊച്ച് നല്ല തൊപ്പിയും നല്ല കാലി നല്ല പൂടെയുള്ള ടുട്ടു എന്നാ വിളിക്കുന്നത്. ടുട്ടു മാത്രമായി അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഇത് ഭയങ്കര കരച്ചില്. അപ്പൊ അതിന് കൂട്ടിന് ഞാൻ ഒരു നാടൻ പൂവൻകോഴിയെ മേടിച്ചിട്ട് അവൻ വളർന്ന് വലുതായപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ഞാൻ അറിയാതെ അതിനെ അപ്പുറത്തെ വീട്ടുകാർക്ക് കറി വെക്കാൻ എടുത്തു കൊടുത്തു. പിന്നീട് ഞാൻ വീണ്ടും ഒരു കൊല്ലം വരെ പോയപ്പോ ഇവിടുന്ന് ആ കടയിൽ തന്നെ ചെന്നിട്ട് പിന്നെയും കുറെ കോഴികളെ മേടിച്ചോണ്ട് വന്നു. അങ്ങനെ കുറെ ഈ പൂടക്കോഴിക്കുഞ്ഞ്, അങ്ങനെ അവരെ ഇവിടെ ഈ കീരിശല്യം ഭയങ്കരമാണ്, പൂച്ചയുടെ ശല്യവും ഭയങ്കരമാണ്. പിന്നെ ഞാൻ കൂടൊക്കെ അടിച്ച് അങ്ങനെ കുറെ പേര് കൊണ്ടുപോയി. അവസാനം 4-5 പേര് അവസാനം എനിക്കായി. അപ്പൊ അതില് അന്ന് മേടിച്ച ആ കോഴി ഞാൻ അടവെച്ച്. ആ ഫസ്റ്റ് അട വെക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരെല്ലാം പറഞ്ഞു ഫസ്റ്റ് അട വെക്കാൻ പാടില്ല, അന്ന് കോഴി കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെന്ന്. എങ്കിലും ഞാൻ എന്ത് ചെയ്തു, അത് ഇരിക്കുന്നത് കണ്ടോണ്ട് കഷ്ടം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് 5 മുട്ടയും വെച്ചു കൊടുത്ത് നീ ഇരുന്നോടി എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. ഇന്നത് വിരിഞ്ഞവര് 5 വരെ കിട്ടി. അതിനിപ്പോ വൈഫ് എടുത്തോണ്ട് വന്നിട്ട് അതുകൊണ്ട് കോഴിക്കുഞ്ഞ് വിരിഞ്ഞെന്നും കോഴി വിരിഞ്ഞെന്നും പറഞ്ഞോണ്ട് എടുത്തോണ്ട് വന്നു. അതാ ഇപ്പൊ പറഞ്ഞേ. ഓക്കെ, അപ്പൊ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് എറർ നമുക്ക് എഴുതാം. ഓക്കെ, താങ്ക് യു. ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് എറർ, അപ്പൊ അബ്സല്യൂട്ട് എററിന്റെ ടേമിൽ ആൻസർ എഴുതാൻ പറയുമ്പോൾ നമ്മുടെ റിയൽ ലെങ്തിന്റെ വാല്യൂ എൽ ബാർ പ്ലസ് ഓർ മൈനസ് എന്ത് എഴുതണം അവിടെ നിങ്ങള്, ഡെൽറ്റ എൽ ബാറിൽ എഴുതണം. അതാണ് ആൻസർ വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇൻറ്റു സെക്കൻഡ്. യൂണിറ്റ് എല്ലാത്തിനും എഴുതാൻ വിട്ടുപോയി ഞാൻ, എല്ലാ സെക്കൻഡ് ഉണ്ട്, അല്ല സോറി സെക്കൻഡ് അല്ല മീറ്റർ. എൽ ബാറിന്റെ വാല്യൂ 2.48 ആണ്. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എൽ ബാറിന്റെ വാല്യൂ എത്രയാണെന്ന് പറയാവോ? 0.01 ആണെന്ന് തോന്നുന്നു അല്ലെ, 0.01 മീറ്റർ. ഇതാണ് നമ്മൾ അബ്സല്യൂട്ട് എററിന്റെ ടേംസിൽ ആൻസർ എഴുതുന്നത്. പെർസെന്റേജ് എററിന്റെ ടേംസിൽ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ 2.48 പ്ലസ് ഓർ മൈനസ് എത്ര പെർസെന്റേജ് ആയിരുന്നു? 0.40% മീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. സംഭവം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എളുപ്പം? സംഭവം ഓക്കെ ആണോ? ഓക്കെ. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേ വേറെ ക്ലാസ്സുകൾ ഇല്ലല്ലോ നിങ്ങൾക്ക്? ഉണ്ടോ? വേറെ ക്ലാസ്സുകൾ ഉണ്ടോ? നോ സർ. നമ്മുടെ 8:30 ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്കൊരു 15 മിനിറ്റ് എന്റെ കൂടെ ഒന്ന് ഇരിക്കുവോ? നമുക്ക് കുറച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള, ഞാൻ ബേസിക്സ് മാത്സുകൾ ഞാനത് പറഞ്ഞു തന്നിട്ടില്ല, കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഇരിക്കണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ട്. ഇതിനകത്ത് ഏകദേശം 35+ മെമ്പേഴ്സ് ഉണ്ട്. പ്ലീസ് റിപ്ലൈ എല്ലാവരും ഇട്ടെ. മനസ്സിലാവാ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാതെ. ഇപ്പം ആകെ 2 പേരാ റിപ്ലൈ ഇട്ടേക്കുന്നത്. ഹന്ന വരെ ഇട്ടു. ഓക്കെ, ഏകദേശം 45+ റിപ്ലൈ എനിക്ക് ഇവിടെ വരണം. പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ക്ലാസ് എപ്പോഴും ഏറ്റവും ഇൻട്രസ്റ്റും ലൈവും ആയിട്ട് സംസാരിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ടീച്ചറിന്റെ 1 മാൻ ഷോ മാത്രം ഉണ്ടാവാൻ പാടില്ല. അവിടെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും വരണോളൂ. കാരണം ഞാൻ എപ്പോഴും പറയാറില്ല, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആക്റ്റീവ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോകും. എങ്ങനെ വേണം? നിങ്ങളുടെ പ്രസൻസിലൂടെ കയറി പോണോ, അതോ ഞാൻ 1 മാൻ ഷോ കളിച്ച് അവസാനം വരെ പോണോ? വിഷ്ണു എന്നൊക്കെ പയ്യന്മാരൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ശരി, ഓക്കെ, താങ്ക്സ്. ഇത്രയും പേര് റെസ്പോൺസ് ചെയ്തു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരിക. ക്വസ്റ്റ്യൻ തന്നിട്ട് ചറ പറയാൻ നിങ്ങൾ ആൻസർ പെട്ടെന്ന് വിളിച്ചു പറയണം. ക്വസ്റ്റ്യൻ എല്ലാവരും വിളിച്ചു ആൻസർ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുക. ഫൈനൽ റിസൾട്ടുകൾ മാത്രം ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റുന്നവർക്ക് പറയാം. എഴുതിക്കേ. The period of oscillation of a simple pendulum were found in an experiment എന്നുണ്ട്. In an experiment, the period of oscillation of simple pendulum found to be
found to be values ഞാൻ തരികയാണേ 2.63 second, 2.56 second, 2.42 second, 2.71 second, 2.80 second. In an experiment, the period of oscillation of simple pendulum found to be 2.63 ആണ് 2.63 second, 2.56 second, 2.42 second, 2.71 second, and 2.80 second. 5 reading ഉണ്ടോ? Yes. ഞാൻ ഇവിടെ ആകെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. Express the result in proper form. Express the result in proper form. Express the result in proper form. Liana, first contact എന്നത് കിടക്കുന്നത്. Liana, മെസ്സേജ് അയക്കാതെ ഓഡിയോ ഓൺ ചെയ്യുന്നേ. ലിയാന കേൾക്കുന്നുണ്ടോ? യെസ്, ലിയാന എന്തോ മെസ്സേജ് ഇട്ടേ, നോട്ട് എന്താ? യെസ് സാർ. ലിയാന ഒന്ന് ഓഡിയോ ഓൺ ചെയ്തിട്ട് പറ. ഇങ്ങനൊരു എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പ്രോപ്പർ ഫോം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എഴുതണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തണം? അത്രയും നീ എന്തായാലും മെസ്സേജ് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ മൈക്ക് ഓഫ് ചെയ്തെന്ന് പറഞ്ഞിട്ടേ. ഇവിടെ എൽബാർ ആണോ? അതാണ് ഇവിടെ ചോദിക്കേണ്ടത്. ഇൻ ആൻ എക്സ്പെരിമെന്റ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പൊ അതാരെ ടൈം അല്ലേ? യെസ്. അപ്പൊ എന്തൊക്കെ കണ്ടെത്തണം? ടി ബാർ കണ്ടെത്തണം, പിന്നെ ഡെൽറ്റ ടി ബാർ. ഡെൽറ്റ ടി ബാർ, പിന്നെ റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് പെർസെന്റേജ് എറർ എല്ലാം കണ്ടെത്തണ്ടേ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പ്രോപ്പർ ഫോം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് എല്ലാം ചെയ്തിട്ട് വേണം ആൻസർ കണ്ടെത്താൻ. സോ എന്നാ തുടങ്ങിക്കോളൂ. ഫസ്റ്റിൽ എല്ലാവരും മീൻ വാല്യൂ അല്ലെങ്കിൽ ടി ബാറിന്റെ വാല്യൂ പറ. പെട്ടെന്ന് ടി ബാറിന്റെ വാല്യൂ എല്ലാവരും ചെയ്തിട്ട് പറ. ടി ബാർ ഈസ് ഇക്വൽ ടു 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80 ഡിവൈഡഡ് ബൈ ചെയ്തവർ മെസ്സേജ് ചെയ്യുക, പറയാൻ പറ്റുന്നവർക്ക് റിപ്ലൈ ഇടുക. ഡിവൈഡഡ് ബൈ 5. 2.63 plus 2.56 plus 2.42 plus 2.71 plus 2.80 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? ഡിവൈഡഡ് ബൈ 5. പെട്ടെന്നാവട്ടെ. ആഡ് ചെയ്തിട്ട് ആൻസർ പറ. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കൂ. കാണിക്കാലോ, താണ്ട കിടക്കുന്ന ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സ്പെരിമെന്റ് 2.62 എന്ന ആൻസർ ആണ്. 59ാമത്തെ ആള് അതാരാണ്? 2.62. ആരതി കെ എ പറഞ്ഞ ആൻസർ 2.62 ആണെന്നാണ്. ഇതിൽ ആർക്കെങ്കിലും എതിർ അഭിപ്രായങ്ങളുണ്ടോ? ഇത് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് ഓക്കെ ശരിയാണ്. 13.12 ആണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ 2.624 സെക്കൻഡ് ആണ്. ഇതിപ്പോ റൗണ്ടഡ് ഓഫ് 2 ഡെസിമൽ പ്ലേസിൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ഈസ് 2.62 എന്ന് കിട്ടും. സോ 2.62 സെക്കൻഡ് ഈസ് ദ മീൻ വാല്യൂ എന്ന് കിട്ടി. ആരതിയുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി എല്ലാവരും ഇനി ഓപ്ഷൻ എഴുതണ്ടോ? ഡെൽറ്റ T1 എഴുതുക. 2.62 മൈനസ് 2.63 ചെയ്യുക. മോഡുലസ് ഇട്ട് വേണം ചെയ്യാൻ. ഡെൽറ്റ T2 ചെയ്യുക. മോഡുലസ് ഓഫ് 2.62 മൈനസ് 2.56 ചെയ്യുക. ഡെൽറ്റ T3 ചെയ്യുക. 2.62 മൈനസ് 2.42 ചെയ്യുക. ഡെൽറ്റ T4 ചെയ്യുക. 2.62 മൈനസ് 2.80
0.71 ചെയ്യുക ആൻഡ് ഡെൽറ്റ T5 ചെയ്യുക 2.62 മൈനസ് 2.80 ചെയ്യുക 62 ഫസ്റ്റ് വൺ ഈസ് 0.01 സെക്കൻഡ് സെക്കൻഡ് വൺ 86 0.06 0.006 so next one 6242 അല്ല 20 0.020 second 6271 minus 62 0.09 seconds 8062 0.18 correct അല്ലേ ചെയ്തേക്കുന്നേ? യെസ്. ഇനി നിങ്ങൾ ഇവിടെ എന്ത് കണ്ടെത്തണം? ഡെൽറ്റ ടി ബാർ കണ്ടെത്തണം. ഡെൽറ്റ ടി ബാർ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 0.01 പ്ലസ് 0.06 പ്ലസ് 0.20 പ്ലസ് 0.09 പ്ലസ് 0.18 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 2 ഡെസിമൽ പ്ലേസിൽ റൗണ്ട് ചെയ്യണം. ആൻസർ ചെയ്ത പെട്ടെന്ന് ആൻസർ വിളിച്ചു പറയൂ. .01 plus 0.06 plus 0.20 plus 0.09 plus 0.18 divided by 5. So add ചെയ്യുമ്പോൾ 0.52 അല്ലോ 0.54 divided by 5 എന്ന് കിട്ടും. So we get the answer is 0.108 seconds. Round into 2 significant decimal place 0.1 അപ്പുറത്തെ നമ്പർ നെഗ്ലക്ട് ചെയ്ത നമ്പർ 5 കൂടുതലാണ്. സോ ആഡ് 1 0.11 സെക്കൻഡ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണോ കിട്ടിയ ആൻസർ? യെസ്. അപ്പൊ നമുക്കിവിടെ ഡെൽറ്റ ടി ബാർ കിട്ടി. യെസ് സാർ. ഓക്കെ. അങ്ങനെ ഡെൽറ്റ ടി ബാർ കിട്ടിയെങ്കിൽ അടുത്ത റിലേറ്റീവ് എറർ കണ്ടെത്തിക്കേ. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതോടെ റിലേറ്റീവ് എററിനെ ജനറൽ ആയിട്ട് ഡെൽറ്റ ടി എന്ന് വിളിച്ചു. നമുക്ക് ഇനി റിലേറ്റീവ് എറർ എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഡെൽറ്റ ഇൻറ്റു ആ നമ്പർ എന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഡെൽറ്റ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ എന്ന് എഴുതാം, എങ്ങനെ വേണേലും എഴുതാം. ഞാൻ തൽക്കാലം ഈ ഡെൽറ്റ ടി, ഈ ഡെൽറ്റ ഈ എസ് പോലെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഡെൽറ്റ ആണ്. ട്രയാങ്കിൾ ഇങ്ങനെ ഇത് ട്രയാങ്കിൾ ഡെൽറ്റ, മറ്റേ ക്യാപിറ്റൽ സ്മാൾ ലെറ്റർ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബാർ ഡിവൈഡഡ് ബൈ ടി ബാർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 0.11 ഡിവൈഡഡ് ബൈ എത്ര വരും? ട്രൂ വാല്യൂ എത്ര? 2.62 ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 0.04 എന്ന് കിട്ടുമോ? റൗണ്ട് ചെയ്ത് ഫൈനലി ഡെസിമൽ പ്ലേസിലൊക്കെ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫെയറില്. കാരണം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.0418 എന്നാ കിട്ടുന്നത്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ടേമിൽ എഴുതുമ്പോൾ ആൻസർ ഈസ് 0.04 എന്ന് കിട്ടത്തില്ലേ? യെസ്, 0.4 സെക്കൻഡ്. അപ്പൊ നമുക്ക് റിലേറ്റീവ് എററിന് യൂണിറ്റ് ഇല്ല, ബിക്കോസ് കാരണം സെയിം ക്വാണ്ടിറ്റിയുടെ ഡിവിഷൻ ആണ് നടത്തുന്നത്. സോ അടുത്ത പെർസെന്റേജ് എറർ ആണ്. പെർസെന്റേജ് എറർ കണ്ടെത്താനുള്ള എളുപ്പമാണ്. ഈ റിലേറ്റീവ് എറർ കണ്ടെത്തി അതേ ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. സോ വി ഗെറ്റ് 0.4%. അടുത്ത നമുക്ക് ഫൈനൽ റിസൾട്ട് ആണ് എഴുതേണ്ടത്. ഫൈനൽ റിസൾട്ട് രണ്ട് രീതിയിൽ എഴുതാം. ഗിവൺ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2.62 പ്ലസ് ഓർ മൈനസ് 0.11 സെക്കൻഡ് എന്ന് ഇൻ ടൈംസ് ഓഫ് അബ്സല്യൂട്ട് എററിൽ എഴുതാം. In terms of percentage error 2.62 plus or minus 4% second എന്നും എഴുതാം. ഇങ്ങനെയാണോ എല്ലാവർക്കും ആൻസർ കിട്ടിയത്? കുട്ടികളെ ഇങ്ങനെയാണോ കിട്ടിയേ?
Yes, sir. ബാക്കിയുള്ള എല്ലാവരും റിപ്ലൈ ഇടൂ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഇടണമെങ്കിൽ ഇടുക. യെസ്. ഓക്കെ, ഗുഡ്. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. എല്ലാവരും എഴുതിയെടുത്തിരുന്നോ? Yes, sir. ശരി, യെസ്, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തിട്ട് പറയണേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഉറപ്പാവും നിങ്ങൾ ഏകദേശം ഇത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുന്നു. In an experiment, refractive index of glass, refractive index നെ n എന്ന ലെറ്റർ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. Refractive index of glass was observed to be 1.45, 1.56. refractive index ന് യൂണിറ്റ് ഇല്ല. 1.56, 1.54, 1.44, 1.54, 1.53. 1 2 3 4 5 6 റീഡിങ്. ഓക്കെ, ശരിയാണ്. 1.45, 1.56, 1.54, 1.44, 1.54, 1.53. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ express the result, express the result in proper form. Find the result in proper form. ചെയ്തൂടെ എല്ലാവർക്കും? Yes, sir. ശരി, സഡൻലി സ്പീഡപ്പ് ആയിട്ട് ചെയ്ത് ആദ്യം നിങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ n എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കേണ്ടത്. നിങ്ങൾ ആദ്യം n ബാറിന്റെ വാല്യൂ എത്ര ആണെന്ന് ആദ്യം പറയും. n ബാറിന്റെ വാല്യൂ ആദ്യം എത്ര ആണെന്ന് പറയാം. ആദ്യം n ബാറിന്റെ വാല്യൂ പറയാം. ഞാൻ n ബാർ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ എഴുതുകയാണ് ഇവിടെ. 1.45 പ്ലസ് 1.56 പ്ലസ് 1.56 1.56 പ്ലസ് കഴിഞ്ഞ് 1.44 അല്ലേ വരണ്ടേ? 1.44 പ്ലസ് 1.54 പ്ലസ് 1.53 ഡിവൈഡഡ് ബൈ എത്ര വരെ ഇവിടെ ആൻസർ? 6. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? ഫൈനൽ റിസൾട്ട് പറഞ്ഞാൽ മതി. 1.50. 1.51 എന്നാണോ ഫൈനൽ ആൻസർ വരുന്നത്? യെസ്. അപ്പൊ n ബാറിന്റെ വാല്യൂ 1.51 എന്ന് എത്ര പേർക്ക് കിട്ടി? ആഡ് ചെയ്ത് കേടില്ല. 1.50 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. നോട്ടെ 1.45 പ്ലസ് 1.56 പ്ലസ് 1.44 പ്ലസ് പിന്നെ എത്ര വരുന്നേ?
1.54 plus 1.53 equal divided by 5 is equal to 1.0 നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ കിട്ടിയേ 1.04. സോ ഓടാണോ ഈവൻ ആണോ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്നിന്റെ വാല്യൂ 1.51 എഴുതാം. റൗണ്ട് ചെയ്യാൻ അറിയത്തില്ലേ നിങ്ങൾക്ക്? അല്ലെ ഈ റൗണ്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടോ ഇതിനകത്ത്? 505 in 80. അല്ലല്ല 505 എങ്ങനെയാ വരുന്നേ? സാർ മോളില് 6 വാല്യൂസ് എഴുതിയില്ലല്ലോ. 5 വാല്യൂസ് കൊടുത്തിട്ടുള്ളൂ. 1 2 3 4 5. ഓ ശരിയാണല്ലോ. അപ്പൊ ഒരു വാല്യൂ ഇവിടെ മിസ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ എത്ര വരും അവിടെ? ഏതാ വാല്യൂ മിസ് ആയെന്ന് പറയാവോ? സർ 1.56 ശേഷം 1.54 ഉണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. 1.54 എഴുതിയിട്ടില്ല. ശരിയാണ്. അപ്പം ആൻസർ ഈസ് 1. എത്ര കിട്ടി? ആൻസർ 1.51 എന്നാണ് കിട്ടിയത്. യെസ്, അപ്പൊ ശരിയാണ്. ഫൈനൽ ആൻസർ എന്നിന്റെ വാല്യൂ 1.51 എന്ന് വരും. ഇനി അതേപോലെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൽറ്റ n1 തൊട്ട് n6 വരെ കണ്ടെത്തുക. ദെൻ എന്നിട്ട് എനിക്ക് പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയുക. ഡെൽറ്റ n ബാർ എത്ര കിട്ടുമെന്ന് പറയുക. ഡെൽറ്റ n1 ചെയ്യുമ്പോൾ 0.06 കിട്ടും. അതേപോലെ ഡെൽറ്റ n6 വരെ ചെയ്യുക. എന്നിട്ട് ഡെൽറ്റ n ബാറിന്റെ ആൻസർ പറയുക. ആ 1.51 വന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരോ? എനിക്ക് 50 തന്നെ കിട്ടുന്നത്. 50 കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്ര വന്നേക്കുന്നേ ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോ? 5. 1.45 plus 1.56 plus 1.44 plus 1.54 plus 1.53 plus 1.54 equal to 6. അല്ല 1.51 തന്നെ കിട്ടുമല്ലോ ഡിവൈഡ് ചെയ്യുമ്പോ. ചെയ്ത് നോക്കിയപ്പോ എനിക്ക് 1.51 തന്നെ വരുന്നുണ്ടല്ലോ. ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. അയ്യോ, ഡിവൈഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് കറക്റ്റ് 1.51 തന്നെ കിട്ടുന്നുണ്ട്. ഡെൽറ്റ n ബാർ എത്ര കിട്ടിയെന്ന് പറയൂ ചെയ്തവര്. ഡെൽറ്റ n1 എന്ന് പറയുന്നത് 0.06 വരും. ഡെൽറ്റ n2 ചെയ്യുമ്പോൾ 0.05 വരും. ഡെൽറ്റ n3 ചെയ്യുമ്പോൾ 0.03 വരും. ഡെൽറ്റ n4 ചെയ്യുമ്പോൾ 0.07 വരും. ഡെൽറ്റ n5 ചെയ്യുമ്പോൾ 0.03 വരും. ഡെൽറ്റ n6 ചെയ്തപ്പോൾ 0.02 കിട്ടും. അതാണോ എനിക്ക് എന്റെ ആൻസർക്ക് ഇതിനകത്ത് കിടക്കുന്ന അത്രയാണ്? കറക്റ്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയത്? ശരി. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആവറേജ് വാല്യൂ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്തണം. ഡെൽറ്റ n ബാർ ചെയ്യുക. 0.06 plus 0.05 plus 0.03 plus 0.07 plus 0.03 plus 0.02 divided by 6 here. So we get 0.26 divided by 6. So answer is 0.0433 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 0.04 എന്ന് വരും. കറക്റ്റ് ആണോ? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ ആണോടെ? Yes sir. Yes, 0.04. സോ അതിനുശേഷം നിങ്ങൾ ഫ്രാക്ഷണൽ എറർ കണ്ടെത്തണം.
ഫ്രാക്ഷണൽ എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൻ ബാർ ഡിവൈഡഡ് ബൈ എൻ ബാർ ചെയ്യുക. ആൻസർ ഈസ് 0.04 ഡിവൈഡഡ് ബൈ 1.51 ചെയ്യുമ്പോൾ കിട്ടും. യു ഗെറ്റ് എത്ര കിട്ടൂടോ? 0.0264 കിട്ടും. ഫൈനൽ ആൻസർ ചെയ്ത 0. ഇത്രയും വാല്യൂ നമുക്ക് മതി. ക്വസ്റ്റ്യനകത്ത് നോക്കുമ്പോൾ 5ൽ കൂടുതലായതുകൊണ്ട് 1 ആഡ് ചെയ്യും. 0.0 എത്ര വരും? 3 വരും അല്ലേ? 0.03. റൗണ്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഇത് 6 എന്ന് പറയുന്ന നമ്പർ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് വേണ്ടാത്തത്. 0.04 നമുക്ക് ആൻസർ വേണം. സോ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ആഡ് ചെയ്ത് 0.03. അടുത്തത് പെർസെൻറ്റേജ് എറർ ആണ് വേണ്ടത്. സോ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ 0.03 into 100, that is 3%. നമ്മുടെ ഫൈനൽ റിസൾട്ട് രണ്ട് രീതിയിൽ എഴുതാന്ന് പറഞ്ഞു. സോ 1.51 പ്ലസ് ഓർ മൈനസ് 0.04 എഴുതാം ഇൻ അബ്സല്യൂട്ട് എററിന്റെ ടേംസിൽ. അത്രയും. അതേപോലെ റിലേറ്റീവ് പെർസെൻറ്റേജ് എററിന്റെ ടേംസിൽ 1.51 പ്ലസ് ഓർ മൈനസ് 3%. ഓക്കെ ആണോ? അപ്പൊ ഈ എററിന്റെ കാൽക്കുലേഷനിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എല്ലാവരും ചെയ്യുമല്ലോ? ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നാ ചെയ്യുവോ? എഴുതിക്കേ. ദ ഡയമീറ്റർ ഓഫ് ദ പ്രോബ്ലം ഹോംവർക്ക് ആണേ. The diameter of the wire, is found to be 0.026 centimeter ആണ്. 0.026 centimeter. 0.028 centimeter. 0.029 centimeter. അടുത്തത് 0.027 centimeter. 0.024 centimeter. അടുത്തത് 0.027 centimeter തന്നെ. റീഡിങ് ഒന്നുകൂടെ പറയാം, കറക്റ്റ് ആണോ നോക്കിക്കോണേ. 0.026, 0.028, 0.029, 0.027, 0.024, 0.027. ഓക്കെ ആണോ? കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഇവിടെ ഫൈൻഡ് ദ ഇങ്ങനെ എഴുതിയാൽ മതി. ഫൈൻഡ് ദ റിസൾട്ട് ഇൻ പ്രോപ്പർ ഫോം. അത് മൊത്തം കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ റിസൾട്ട് ഇൻ പ്രോപ്പർ ഫോം. ഫൈൻഡ് ദ റിസൾട്ട് ഇൻ പ്രോപ്പർ ഫോം. ഞാൻ ഇവിടെ ഹിന്റ് ആയിട്ട് ആൻസറിന്റെ ഓരോരുത്തരും തരാം. നിങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തിയിട്ട് ആൻസർ ചെയ്യുക. മീൻ വാല്യൂ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ. ഡയമീറ്റർ അല്ലേ, ഡി ബാർ, ഡെൽറ്റ ഡി ബാർ 0.001 സെന്റിമീറ്റർ. അടുത്ത റിലേറ്റീവ് എറർ ആണ്. ഇത് തന്നെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. 0.037. പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 3.7% കിട്ടണം. പിന്നെ നിങ്ങൾ ഫൈനൽ റിസൾട്ട് എഴുതുന്നത് എത്രയാണെന്ന് നോക്കുക. ഇത് ഹോംവർക്ക് ചെയ്യുമോ എല്ലാവരും? ഒരു 4 ക്വസ്റ്റ്യൻ. ഒന്ന് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലാണ്, നമ്മളാണ് സോൾവ്ഡ് ആണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അല്ലാതെ നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക.
ജസ്റ്റ് അത്രയും വായിച്ചു നോക്കാം. 1 minute. ഓക്കെ, അത്രയും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പൊ എന്നോട്. യെസ്. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കൂടുതൽ വന്നത് എറർ എന്നൊരു ടേം ആണ്. അപ്പൊ എററിന്റെ കാൽക്കുലേഷൻസ്, എറർ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പൊ ഒരു 2 minute ടൈം കൂടെ തരാം. ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ചോദിക്കാം. സാർ എന്നാ ആദ്യം മുതലെടുത്ത് ഒന്നുകൂടി കാണിച്ചു തരുമോ? ഏതാ നോട്ട് അയക്കണമെന്നാണോ അതോ? നോട്ട്. അതെ, നോട്ട്. ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് തന്ന നോട്ട്